ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഇഞ്ചിക്കറി അഥവാ ഇഞ്ചിപ്പുളി എന്നൊക്കെ അറിയപ്പെടുന്ന വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പിന്നെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇഞ്ചിക്കറി തയ്യാറാക്കുന്നതിനാവശ്യമായ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇഞ്ചി തന്നെയാണ്. ഒരു 100 ഗ്രാം ഇഞ്ചിയാണ് ഞാനിവിടെ പൊടിയായി അരിഞ്ഞ് നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 10 അല്ലി ചുവന്നുള്ളി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. പിന്നെ തേങ്ങാക്കൊത്ത് ഇഷ്ടമുള്ളവർക്ക് ഇടാം, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില വേണം. ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിലാണ് ഞാനിവിടെ വാളംപുളി എടുത്തിരിക്കുന്നത്. കൂടാതെ ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ശർക്കര ആവശ്യത്തിന് മധുരത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. നമുക്ക് കറി തയ്യാറാക്കി തുടങ്ങാം. അതിനായി ചട്ടി ചൂടാക്കി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്ത വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ചുവന്നുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പില, ഈ തേങ്ങാക്കൊത്ത് എന്നിവ ആഡ് ചെയ്ത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. ഇനി കറിയിലേക്ക് ആവശ്യമായ വാളൻപുളി 1.5 കപ്പ് വെള്ളത്തിലേക്ക് അലിപ്പിച്ച് ചേർത്ത് നന്നായി പിഴിഞ്ഞെടുക്കുക. ഫ്ലെയിം നന്നായി കുറച്ച് വെച്ച് ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നിടം വരെ നമ്മൾ ഇത് ഇടയ്ക്കിടയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കണം. കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. അതിനുശേഷം ഗോൾഡൻ ബ്രൗൺ നിറമായതിനു ശേഷം നമ്മൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ മുളക് പൊടി, മഞ്ഞൾപ്പൊടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇത് ചെറു ചൂടിൽ തന്നെ നമുക്കിത് വഴറ്റിയെടുക്കാവുന്നതാണ്. പൊടികൾ ചെറു ചൂടിൽ തന്നെ മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ചൂടുവെള്ളം ഒഴിച്ച പുളിവെള്ളമില്ലേ, അതാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. 1.5 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നന്നായി തിളപ്പിച്ചെടുക്കുക. നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോഴേക്കും ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ടാവും. ഈ പരുവത്തിൽ നമുക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ശർക്കര പൊടിച്ചത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 1/2 ടീസ്പൂണോളം കായപ്പൊടി നമുക്കിതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് വീണ്ടും തിളപ്പിച്ചെടുക്കണം. അപ്പോഴേക്കും നല്ല രീതിയിലൊന്ന് കുറുകി വന്നിട്ടുണ്ടാവും. നല്ല രീതിയിൽ കുറുകിയതിന് ശേഷം മാത്രമേ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി നല്ല രീതിയിൽ കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. കാരണം നമ്മൾ കുറച്ച് നേരം കൂടി ഇതിരിക്കുമ്പോഴേക്കും ഒന്നുകൂടെ കുറുകി വരുന്നതായിരിക്കും. പിന്നെ 2 മണിക്കൂറെങ്കിലും കുറഞ്ഞത് വെച്ചതിന് ശേഷം മാത്രമേ ഇത് സേവ് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ആ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുകയില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ തലേന്നൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേന്ന് നമ്മൾ സദ്യയിലേക്കും ഊണിലേക്കും ഒക്കെ എടുക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി കേട്ടോ. ഇത് ഒരു സൈഡ് ഡിഷാണിത്. അപ്പോൾ നമുക്ക് ഒരു പുളിയും ഉപ്പും എരിവും എല്ലാം കൂടി ബാലൻസ് ചെയ്യുന്ന ഒരു കറിയാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലിൽ ഒന്ന് കയറി നോക്കിയ ശേഷം ചാനലിലെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യണേ. താങ്ക്